ഹലോ ഫാമിലീസ്, അപ്പോൾ നമുക്കിന്ന് ഒരു ചിക്കൻ ഡിഷ് ഉണ്ടാക്കാം. ചിക്കൻ റോസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി പൊടിയായിട്ട് എരിഞ്ഞത്, പച്ചമുളക്. ഇതെന്ന് പറയുന്നത് മല്ലിയാണ്. മല്ലിയും കൊത്തമല്ലിയും നമ്മുടെ അല്ലാത്ത കുരുമുളക് ഇതെല്ലാം കൂടെ വറുത്ത് മൂപ്പിച്ച് പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ ചിക്കനാണ്. ചിക്കൻ ഞാൻ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇത് നമ്മളിതേ ചട്ടിയൊക്കെ ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കടുക് പൊട്ടിക്കുന്നുള്ളവർക്ക് കടുക് പൊട്ടിക്കാം, ചിലർ ഉലുവ പൊട്ടിക്കും. അപ്പോൾ ഞാൻ കടുകാണ് പൊട്ടിച്ചത്. കടുക് പൊട്ടിച്ചിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള കുഞ്ഞായിട്ട് നമ്മൾ ചതച്ചെടുക്കരുത് കേട്ടോ. ഇതിന് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയാണ് വേണ്ടത്. അപ്പോൾ അതും ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ടൊന്ന് മിക്സാക്കി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ നോക്കിക്കോണം, ഈ ചിക്കനിന് എന്തോരം വെള്ളമാണ് വന്ന് കണ്ടോ. ഒരു കടൽ കണക്കത്തെ വെള്ളം ഉണ്ടായിരുന്നു ഗൈസ് ഈ ചിക്കനിൽ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സവാള അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും ആ ഒരു മസാലയും ഉപ്പും മഞ്ഞൾപ്പൊടി പിന്നെ മെയിനായിട്ട് നമ്മുടെ ഈ വറ്റൽമുളക് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോഴത്തേക്കും തന്നെ റെഡിയാകും കേട്ടോ. പിന്നെ ഞാനിതിൽ എക്സ്ട്രാ നമ്മുടെ തേങ്ങാക്കൊത്തും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റോസ്റ്റ് രൂപത്തിനാണ് വേണ്ടത് കൊണ്ടാണ് ഞാൻ ഫുൾ നമ്മൾ ഡ്രൈ ആയിട്ട് എടുക്കണം. അല്ല നമുക്ക് കുറച്ച് ഗ്രേവിയുടെ വേണമെങ്കിൽ നമുക്ക് ആ ഒരു വെള്ളത്തിൻ്റെ ഒരു ഇത് വരുന്ന ആ സമയം വരെ വെച്ചിട്ട് എടുക്കാം കേട്ടോ. ഈ തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കഴിയുമ്പോൾ സംഭവം റെഡിയായി. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ കൊളസ്ട്രോളൊക്കെ ഒരുപാടുള്ളവരാണെങ്കിൽ അതൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും മതി. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ മസാലയൊക്കെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. നമ്മൾ മല്ലി എൻ്റെ ഒരു പിടി മല്ലിയാണ് എടുത്തിട്ടുള്ളത്. ഒരു പിടി മല്ലി, ഒരു സ്പൂൺ കുരുമുളക്, അത് മുഴുവനെയുള്ള കുരുമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ പെരിഞ്ജീരകമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മൂപ്പിച്ചിട്ട് അതൊന്ന് പൊടിച്ചെടുക്കുക. ആ മസാലയെ മാത്രമാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. വേറെ അങ്ങനെയുള്ള ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. സംഭവം സൂപ്പർ ടേസ്റ്റായിരുന്നു. ബെറോട്ടയോടാണ് കേട്ടോ കഴിച്ചാൽ. ചൂട് ബെറോട്ട ഈ ചിക്കൻ റോസ്റ്റും കൂടെ അടിപൊളി കോമ്പിനേഷനാണ് മക്കളെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഭയങ്കര ആർഭാടമൊന്നും ഇല്ലാത്തൊരു ചിക്കൻ റോസ്റ്റാണ്. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബായ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. ഓക്കെ.